പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കമൻറ്റ് ബോക്സ് വഴിയും അതുപോലെ തന്നെ വാട്സപ്പ് നമ്പർ വഴിയും നിരവധി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ്, എനിക്കുള്ള ഇൻഡെക്സ് ഇത്രയാണ്, 280 290 95. എനിക്ക് ഗവൺമെൻറ് കോളേജിൽ അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസ് കോളേജിൽ ഈ വർഷം അഡ്മിഷൻ ലഭിക്കുമോ എന്നുള്ള കാര്യം. ഈ ഒരു ഒറ്റ സ്ക്രീനിൽ കാണുന്നത് നിങ്ങളൊരു വലിയൊരു ഡാറ്റയാണ്. കഴിഞ്ഞ വർഷം 2023 സെൽഫ് ഫിനാൻസ് കോളേജിലും അതുപോലെ തന്നെ ഗവൺമെൻറ് കോളേജിലും ഏത് ഇൻഡെക്സ് വരെ അതുപോലെ തന്നെ ഏത് റാങ്ക് വരെയുള്ളവർക്കാണ് അവസാനം അഡ്മിഷൻ ലഭിച്ചത് എന്നുള്ള കാര്യമാണ്. ഓരോ കാറ്റഗറിയിലും ഏത് റാങ്ക് വരെ അതുപോലെ തന്നെ ഏത് ഇൻഡെക്സ് വരെയുള്ളവർക്കാണ് അഡ്മിഷൻ ലഭിച്ചത് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടെ കാണാവുന്നതാണ്. ഓരോ കാറ്റഗറിയും ഇവിടെ നൽകിയിട്ടുണ്ട്. സ്റ്റേറ്റ് മെറിറ്റിൽ, അതായത് റിസർവേഷൻ ഒന്നും പരിഗണിക്കാതെ നൽകുന്ന സീറ്റുകളാണ് സ്റ്റേറ്റ് മെറിറ്റ് സീറ്റുകൾ. അതുപോലെ തന്നെ ഈഴവ വിഭാഗം, മുസ്ലിം വിഭാഗം, EWS വിഭാഗം, അതുപോലെ അതർ ബാക്ക്വേർഡ് ഹിന്ദു കാറ്റഗറി, അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ, ലത്തിൻ കത്തോലിക് ആൻഡ് ആംഗ്ലോ ഇന്ത്യൻസ്, ധീവര വിഭാഗം, വിശ്വകർമ്മ, കുശവ കാറ്റഗറി, കുടുംബി കാറ്റഗറി, അതുപോലെ തന്നെ SC ST എന്നീ വിഭാഗങ്ങളിലെല്ലാം ആദ്യ ഭാഗത്ത് നൽകിയിട്ടുള്ളത് ഗവൺമെൻറ് കോളേജിലെ കാര്യങ്ങളാണ്. ഗവൺമെൻറ് കോളേജിൽ ഏത് ഇൻഡെക്സ് വരെയുള്ളവർക്കാണ്, ആ ഇൻഡെക്സ് ഉള്ള വിദ്യാർത്ഥിക്ക് ഉണ്ടായിരുന്ന റാങ്ക് എത്രയായിരുന്നു, സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് ലിസ്റ്റിലെ സ്ഥാനമാണ് പറയുന്നത്, റാങ്ക് എത്രയായിരുന്നു. ഏറ്റവും അവസാനം നൽകിയിട്ടുള്ള 2 കോളത്തിലാണ് സെൽഫ് ഫിനാൻസ് കോളേജിലെ ലാസ്റ്റ് ഇൻഡെക്സും റാങ്കും നൽകിയിരിക്കുന്നത്. ഇവിടെയുള്ള ഒരു മാറ്റം, സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ EWS വിഭാഗത്തിന് റിസർവേഷൻ നിലവിൽ നൽകി വരുന്നില്ല. 10/7/2024 നിങ്ങളുടെ ഇൻഡെക്സും അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള റാങ്കും വെബ്സൈറ്റിൽ LBS വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. ആ ഒരു സമയം കൃത്യമായിട്ട് ഈ ഒരു ഡാറ്റ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്കുള്ള അഡ്മിഷൻ സാധ്യത ഏറെക്കുറെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. എന്നാൽ ഈ വർഷം കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടി ഇൻഡെക്സ് കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പൊതുവെ കണക്കാക്കുന്നത്. കഴിഞ്ഞ വർഷം 82.95 ആയിരുന്നു +2 റിസൾട്ടിൻ്റെ പെർസെൻറ്റേജ്. അത് ഈ വർഷം കുറഞ്ഞിട്ടുണ്ട്. 78.69 4.26 കുറവാണ് വിജയ ശതമാനത്തിൽ ഈ വർഷം വന്നിട്ടുള്ളത്. കൂടാതെ കഴിഞ്ഞ വർഷം 3,12,005 വിദ്യാർത്ഥികൾ +2 പാസ്സായപ്പോൾ ഈ വർഷം 2,94,788 വിദ്യാർത്ഥികൾ മാത്രമാണ് +2 പാസ്സായിട്ടുള്ളത്. കൂടാതെ LBSന് അപ്ലൈ ചെയ്യുക സയൻസ് പഠിച്ച വിദ്യാർത്ഥികളാണ്. കഴിഞ്ഞ വർഷം 2023 87.31% സയൻസിൽ റിസൾട്ട് ഉണ്ടായപ്പോൾ ഈ വർഷം 84.84% മാത്രമാണ് വിജയിച്ചിട്ടുള്ളത്. ഈ കാര്യങ്ങളൊക്കെ പരിഗണിക്കപ്പെടുമ്പോഴാണ് ഈ വർഷം കുറച്ചുകൂടി ഇൻഡെക്സ് കുറഞ്ഞ വിദ്യാർത്ഥികൾക്കും LBS വഴി അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയുന്നത്. പക്ഷേ ഇൻഡെക്സ് കുറഞ്ഞ വിദ്യാർത്ഥികൾ 2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് തുടക്കത്തിൽ ഇൻഡെക്സ് കൂടിയ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് അഡ്മിഷൻ ലഭിക്കുക. പിന്നീട് സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റുകളിലായിരിക്കും ഇൻഡെക്സ് കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക. സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റുകളിലേക്ക് നിങ്ങളെ പരിഗണിക്കണമെങ്കിൽ ഓരോ ഘട്ടങ്ങളിലും നിങ്ങൾ പ്രത്യേകം ഓപ്ഷൻ നൽകേണ്ടതാണ്. കഴിഞ്ഞ വർഷം 11ഓളം സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റുകൾ നടന്നിരുന്നു. പിന്നെ ഇൻഡെക്സ് കുറഞ്ഞവർ രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സെൽഫ് ഫിനാൻസ് കോളേജുകളിലെ മാനേജ്മെൻറ്റ് കോട്ടയിലേക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഇതിനകം തന്നെ CPAS ആപ്ലിക്കേഷൻ ആരംഭിച്ചു കഴിഞ്ഞു. 15/6/2024 അപ്ലൈ ചെയ്യാവുന്ന ലാസ്റ്റ് ഡേറ്റ്. ഡീറ്റെയിൽസുകൾ അടങ്ങിയ വീഡിയോ ചാനലിൽ ഉണ്ട്. കൂടാതെ SPMAയുടെ ആപ്ലിക്കേഷൻ നാളെ 3/6/2024 ആരംഭിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ആരംഭിച്ചാൽ കൂടുതൽ ഡീറ്റെയിൽസുകൾ അടങ്ങിയ വീഡിയോ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. കൂടാതെ 1000-ൽ പരം വിദ്യാർത്ഥികൾക്ക് BSc നഴ്സിംഗിന് അഡ്മിഷൻ നൽകുന്ന PNC MAC ആപ്ലിക്കേഷൻ ഈ ഒരു നെക്സ്റ്റ് വീക്കിൽ ആരംഭിക്കുന്നതായിരിക്കും. LBS വഴി അഡ്മിഷൻ ലഭിച്ചാൽ സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ നൽകേണ്ട അതേ ഫീസിൽ തന്നെ 50ഓളം കോളേജുകളിലേക്ക് നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് കോട്ടയിലേക്ക് ആ ഒരു ആപ്ലിക്കേഷൻ വഴി അഡ്മിഷൻ ലഭിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ ആരംഭിച്ചാൽ ചാനൽ വഴി ഡീറ്റെയിൽസുകൾ ലഭ്യമാകുന്നതായിരിക്കും. ഇതുകൂടാതെ 32ഓളം കോളേജുകളിലേക്ക് AMC SFN CK എന്ന വെബ്സൈറ്റ് വഴി വിദ്യാർത്ഥികൾക്ക് മാനേജ്മെൻറ്റ് കോട്ട സീറ്റ് BSc നഴ്സിംഗ് മാനേജ്മെൻറ്റ് കോട്ടയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആ ഒരു വെബ്സൈറ്റ് വഴിയുള്ള ആപ്ലിക്കേഷനും നെക്സ്റ്റ് വീക്കിലായിരിക്കും ആരംഭിക്കുക. കൂടാതെ PNC MAC AMC SFN CK എന്നീ 2 അസോസിയേഷനുകളിൽ പെടാത്ത 40ഓളം കോളേജുകൾ വേറെയുമുണ്ട് BSc നഴ്സിംഗിന് അഡ്മിഷൻ നടത്തുന്ന മാനേജ്മെൻറ്റ് കോട്ടയിലേക്ക്. അവർ നേരിട്ടാണ് ആപ്ലിക്കേഷൻ വാങ്ങി അഡ്മിഷൻ നടത്തുന്നത്. അത്തരം കോളേജുകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ സാധ്യത വർദ്ധിപ്പിക്കാവുന്നതാണ്. ഈ വർഷത്തെ BSc നഴ്സിംഗ് മറ്റ് പാരാമെഡിക്കൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസുകളും അപ്ഡേഷനുകളും ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇവർക്കും നന്ദി, നമസ്കാരം.